ഈ മൊയ്തീൻ്റെ AC മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ട് 97 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകൾ ED പിടിച്ചെടുക്കുകയുണ്ടായി. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, CPM-ന്റെ നേതൃത്വം CPM-ന്റെ നേതാക്കളെ അവരെന്ത് അഴിമതി ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും സംരക്ഷിക്കുന്നു. അതിൽ CPM-ലെ യുവജന വിഭാഗത്തിന് വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സന്ദീപ് വാര്യരുടെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇത്രയും രാഷ്ട്രീയ വിസ്ഫോടനത്തിന് പാകമായ തരത്തിലുള്ള ഒരു ഓഡിയോ പുറത്തു വരികയാണ്. സന്ദീപ് വാര്യരുടേതാണ് എന്നാണ് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നത് എങ്കിൽ സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ ഇതെന്റെ ഓഡിയോ അല്ല എന്നാണോ, ഈ ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത തികച്ചും ദുരൂഹമാണ് എന്നാണോ പറയുക? ഞാൻ ഈ കുറിപ്പ് ആവർത്തിച്ചിട്ട് വായിച്ചിട്ടും ഇത് എന്റെ ഓഡിയോ അല്ല എന്നൊരു വാക്ക് കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല, ഇതൊരു എൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നെ കോട്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഇത് അത് ആരുടെ ശബ്ദമാണ് അല്ലെങ്കിൽ ആരുടെ ഓഡിയോ ക്ലിപ്പാണെന്നുള്ള വളരെ വ്യക്തമാണ്. ഇത് DYFIയുടെ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ ആധികാരികത സംബന്ധിച്ചൊന്നും അത് പുറത്തുവിട്ട ആളുകളോ അത് പ്രക്ഷേപണം ചെയ്ത ആളുകളോ അതിൽ ശബ്ദമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളോ ഒരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടേതാണ്, യാതൊരു തർക്കവുമില്ല. പറഞ്ഞ കാര്യങ്ങളിലും യാതൊരു സംശയവുമില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, CPM രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച്, അഴിമതിരാഹിത്യത്തെക്കുറിച്ച്, അഴിമതിരഹിത പൊതുപ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പുരപ്പുറത്ത് കയറി ഗീർവാണ പ്രഭാഷണം നടത്തുന്ന അതേ സമയത്ത് CPM-ന്റെ യുവജന സംഘടനയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും CPM നേതാക്കൾ അവർ ഈ പുറത്ത് പറയുന്ന ഒരു തരത്തിലുള്ള സദാചാരവും മൂല്യവും പുലർത്തുന്നില്ല എന്നും അവർ പുറത്ത് പറയുന്നത് പോലെയുള്ള അഴിമതിരഹിത ജീവിതം നയിക്കുന്നില്ല എന്നും, മറിച്ച് CPM-ന്റെ നേതൃത്വം മുഴുവൻ അങ്ങേയറ്റത്തെ അഴിമതി നിറഞ്ഞ, അങ്ങേയറ്റത്തെ കറപ്ഷൻ നിറഞ്ഞ ഒരു ലീഡർഷിപ്പാണ് CPM-ൻ്റേത് എന്ന് DYFIയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവരുടെ കാപട്യമാണ്. CPM നേതൃത്വം പുലർത്തുന്ന ഒരു കാപട്യം ഇക്കാര്യത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ കറപ്ഷൻ അലിഗേഷൻ ഉന്നയിക്കപ്പെട്ട നേതാക്കളെ മുഴുവൻ, ഇത് കോൺഗ്രസ് കൊണ്ടുവന്നൊരു അലിഗേഷൻ അല്ല, നിങ്ങൾ ആലോചിക്കണം. ഈ അലിഗേഷൻ കൊണ്ടുവന്നുള്ള DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാൾ പരസ്യമായിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, CPM-ന്റെ നേതൃത്വം CPM-ന്റെ നേതാക്കളെ അവരെന്ത് അഴിമതി ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും സംരക്ഷിക്കുന്നു. അതിൽ CPM-ലെ യുവജന വിഭാഗത്തിന് വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPM-ലെ തന്നെ വലിയൊരു വിഭാഗം അണികൾക്കും യുവജന നേതാക്കൾക്കുമൊക്കെ CPM നേതൃത്വം അതിൻ്റെ അഴിമതിക്കാരായിട്ടുള്ള കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുള്ള നേതാക്കളെ സംരക്ഷിക്കുന്നു എന്ന് ഇന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, ഇവിടെയും CPM സംരക്ഷണ കവചം ഒരുക്കുന്ന ആർക്കൊക്കെയാണ്? ഇത്തരത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക സമ്പാദിച്ചു എന്ന് DYFIയുടെ ജില്ലാ നേതാവ് ആരോപിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഇന്നും സംരക്ഷണ കവചം ഒരുക്കുകയാണ്. ഒരു തരത്തിലുള്ള വിഷമമോ സങ്കടമോ അതല്ലെങ്കിൽ ഒരു ചളിപ്പോ ഒരു വഷളത്വമോ ഒന്നും CPM-ന്റെ നേതൃത്വത്തിന് ഇക്കാര്യം വിശദീകരിക്കുമ്പോൾ തോന്നുന്നതേയില്ല. ഇന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പുറത്തു വന്ന് പറയുമ്പോഴും അവർക്ക് ഇക്കാര്യത്തിൽ ഒരു ചളിപ്പും തോന്നുന്നില്ല. പൊതുസമൂഹത്തോട് ഇത് വിശദീകരിക്കുന്നതിൽ അവർക്കൊരു ജാള്യതയും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഏത് അഴിമതിയും ചർച്ചയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പ്രതിനിധി ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതികരണം. ഇത്രയും ഇത് നോക്കൂ, ഇപ്പോൾ CPM നമ്മളൊക്കെ അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം നമ്മുടെ പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി അത് ചോദിക്കുമ്പോൾ ആർജവത്തോടു കൂടി അതിന് പിന്നാലെ നിന്നിട്ടുള്ളവരാണ് കേരളത്തിലുള്ള എല്ലാവരും. DYFI ആക്രി പെറുക്കിയും DYFI പാട്ട പെറുക്കിയും DYFI ബിരിയാണി ചലഞ്ച് നടത്തിയും ഒക്കെ ഇതിന്റെ ഭാഗമാകുമ്പോൾ ബക്കറ്റ് പിരിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് CPM-ന്. അപ്പോൾ അവിടേക്കുള്ള ഒരു ചോദ്യമാണ്, ആ ചോദ്യമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരാൾ ഉയർത്തുന്നത്. അതിന് മറുപടി പറയണ്ടേ? മാധു, ഇത് കേവലം ഈ ബക്കറ്റ് പിരിവോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇവരെ ക്രൗഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇവിടെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് അതിഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്. ഏത് കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്? ഇത് കരിവന്നൂരുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭാഷണം നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കരിവന്നൂർ നടന്നത് എന്താ, ആയിരക്കണക്കിന് നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ CPM നേതൃത്വം കൊള്ള ചെയ്തു കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് കേവലമായിട്ടുള്ളൊരു ആരോപണമല്ല, ഇന്നൊരു കുറ്റപത്രമായി നിലനിൽക്കുകയാണ്. അവിടെ തന്നെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൽ ആദ്യത്തെ റെയ്ഡ് നടന്ന എവിടെയാണ്? ആദ്യത്തെ റെയ്ഡ് നടക്കുന്നത് ഈ സംഭാഷണത്തിൽ പരാമർശ വിധേയനായിട്ടുള്ള AC മൊയ്തീൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ സഹകരണ മന്ത്രിയുമായിട്ടുള്ള ഈ മൊയ്തീൻ്റെ AC മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ട് 97 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകൾ ED പിടിച്ചെടുക്കുകയുണ്ടായി.
അത് അദ്ദേഹത്തിന്റെ ഈ പിന്നെ ട്രഷറി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒന്നും ഈടി തൊട്ടിട്ടില്ല. മറിച്ച് അവിടെ തന്നെയുള്ള മയ്യനാട് എന്ന് പറയുന്ന ഒരു സഹകരണ സംഘത്തിലുള്ള നിക്ഷേപം, അതുപോലെ ബാങ്ക് ഓഫ് ഇന്ത്യയുള്ള നിക്ഷേപം, ഇതൊക്കെയാണ് പിടിച്ചെടുത്ത് ഫ്രീസ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ കോടതിയിൽ പോയി അത് ക്വാഷ് ചെയ്തെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ AC മൊയ്തീന് 97 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം ഇവിടെയൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ട് അത് ആലോചിക്കണ്ടേ, CPM ആലോചിക്കണ്ടേ? മറ്റെന്ത് സമ്പാദ്യമാണ് AC മൊയ്തീനുടെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ? അതുപോലെ തന്നെ ഇതിൽ പരാമർശനം ഇതിനായിട്ടുള്ള കണ്ണൻ, MK കണ്ണൻ ഉൾപ്പെടെയുള്ളവർ, അതിൽ പിന്നെ അനൂപ്, അതുപോലെ തന്നെ വർഗീസ് കണ്ടംകുളത്തി, വർഗീസ്, ഇതുപോലെയുള്ള നേതാക്കന്മാർ സമ്പാദിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയെ കുറിച്ചാണ്, അവിടെ നടത്തിയിട്ടുള്ള ഡീലുകളെ കുറിച്ചാണ് പറയുന്നത്. ഡീലർമാർ എന്നാണ് വിളിക്കുന്നത്, സഖാവെന്നല്ല. CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള ആളുകളെ DYFIയുടെ ജില്ലാ സെക്രട്ടറി വിശേഷിപ്പിച്ചത് ഡീലർമാർ എന്നാണ്. ഡീലുകൾ നടത്തുന്നു, വൻകിട ഡീലുകൾ നടത്തുന്നു. നിങ്ങൾ ഈ പറയുന്നത് പോലെ DYFIയെ കുറിച്ച് പറയുന്നത് പോലെയുള്ള അത്തരം പിരിവുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്.